കൃഷ്ണാസ് ബട്ടർ ബോൾ, കൃഷ്ണന്റെ വെണ്ണക്കല്ല്. നിങ്ങൾ ഇത് കാണുമ്പോൾ ഇപ്പോൾ തന്നെ വീഴും എന്ന് തോന്നുന്നില്ലേ? ഒരു നിമിഷം കൂടി നോക്കൂ. ഇത് വെറും കല്ലല്ല, ഇത് 250 ടൺ ഭാരമുള്ള ഒരു ഭീമൻ പാറയാണ്. 2.5 ലക്ഷം കിലോഗ്രാം. ഒന്ന് മനസ്സിൽ കണക്കാക്കി നോക്കൂ. ഇത്ര ഭാരമുള്ള ഒന്നാണ് ഒരു ചെറിയ ചെരുവിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഇത് തമിഴ്നാട് മഹാബലിപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങളായി ഇത് അവിടെയുണ്ട്. ഇന്നും ഒന്നും സംഭവിച്ചിട്ടില്ല. ഭൂചലനം, പേമാരി, കൊടുങ്കാറ്റ് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ഒരടി പോലും ഇളകിയിട്ടില്ല. അത്ഭുതം ഇതൊന്നുമല്ല, കണ്ടാൽ ഒന്ന് തള്ളിയാൽ ഉരുണ്ടുപോകുമെന്ന തോന്നൽ. പണ്ടൊരു രാജാവിന് പോലും അങ്ങനെ തന്നെയായിരുന്നു തോന്നിയത്. പല്ലവ രാജാവായ നരസിംഹവർമ്മൻ ഒന്നാമൻ. അദ്ദേഹം സൈന്യത്തെ അയച്ചു, കയറ് കെട്ടി വലിച്ചു. പക്ഷേ നമ്മുടെ കല്ല് തന്നെ ജയിച്ചു. 1908 ബ്രിട്ടീഷ് ഭരണകാലത്ത് മദ്രാസ് പ്രസിഡൻസിയുടെ ഗവർണർ ആർതർ ലോലി, അദ്ദേഹത്തിനും തോന്നി ഇത് ഒന്ന് നീക്കാം. അന്നത്തെ ശക്തിയുടെ പര്യായം ആനകളായിരുന്നു. 7 ആനകൾ ഒരുമിച്ച് വലിച്ചു. ഒന്നും സംഭവിച്ചില്ല. അദ്ദേഹവും പിന്മാറി. പിന്നാലെ നാട്ടുകാരുടെ കൗതുകവും കൂടി. ഇനിയും ഒരു അത്ഭുതം പറയാം. ഇത്രയും വലിയ കല്ല് വെറും 4 അടി മാത്രം തറയിൽ സ്പർശിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം വരും, എങ്ങനെ? ശാസ്ത്രം പറയുന്നു, ലോ സെന്റർ ഓഫ് ഗ്രാവിറ്റി. കല്ലിന്റെ മുഴുവൻ ഭാരം ഒരു ചെറിയ അടിത്തറയിലേക്ക് കൃത്യമായി വീഴുന്നു. അതിനാലാണ് ഇത് വീഴാത്തത്. പക്ഷെ ഐതിഹ്യം പറയുന്നത് മറ്റൊരു കഥയാണ്. കൃഷ്ണൻ ഉരുട്ടിക്കളിച്ച വെണ്ണയായിരുന്നു ഇത്. ഇന്നീ കല്ല് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിന്റെ ഭാഗമാണ്. ലോകം മുഴുവൻ നിന്നുള്ള ആളുകൾ ഇത് കാണാൻ എത്തുന്നു. ഒന്ന് തള്ളാൻ നോക്കാൻ, ഒന്ന് പരീക്ഷിക്കാൻ. ഇനിയെങ്ങാനും ഉരുണ്ടു പോയാലോ? ഇപ്പോൾ ഒരു ചോദ്യം, നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ചില കാര്യങ്ങളില്ലേ? വീഴും എന്ന് തോന്നും, പക്ഷേ വീഴില്ല. തകർന്നു പോകും എന്ന് തോന്നും, പക്ഷേ നിലനിൽക്കും. കാരണം അവയുടെ അടിത്തറ ശക്തമാണ്. ജീവിതം പഠിപ്പിക്കുന്ന ഒരു പാഠമാണ് ഈ കല്ല്. കണ്ടാൽ ലളിതം, അകത്ത് അത്ഭുതം. ഇതാണല്ലോ പ്രകൃതിയുടെ സത്യം. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.